ഹലോ, നമുക്കൊന്നും കൂടി കല്യാണം കഴിച്ചാലോ? ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. വെഡിങ് ഡ്രസ്സിൽ ഒന്നും കൂടി ഒന്ന് ഒരുങ്ങാൻ വല്ലാത്തൊരാഗ്രഹം കൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഇതാണ് നമ്മളെ വെഡിങ് ഡ്രസ്സ്. അപ്പൊ നമ്മള് ഇത് മുക്കുട്ടി കേട്ടോ. ഇത് ഞാൻ ദിക്ക് വാങ്ങിയിട്ട് വാങ്ങിച്ചതല്ല. നമ്മൾ അവിടെ വേറെ ഡ്രസ്സാണ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് വരുവാണ് നമ്മള് വേറെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിക്ക് വാങ്ങിച്ചതാണ് ഇത്. അതുപോലെ തന്നെ ഈ മാലയായിട്ട് കേട്ടോ. അപ്പൊ ഇത് പഴയ പോലെ വലിയൊരു വലിയായിട്ടില്ല. പഴയത് നമ്മള് ബ്യൂട്ടീഷ്യൻ വന്നിട്ട് ഒരുക്കിയതായിരുന്നു കേട്ടോ. ഇതിപ്പോ ഞാനൊന്ന് ജസ്റ്റ് തട്ടിക്കുട്ടി ഒരുങ്ങിയതാണ്. വളയൊക്കെ അത് തന്നെയാണ്. കുറെ വളയൊക്കെ പോയി. പിന്നെ അതുപോലെ തന്നെ ചൂട്ടി, അത് 3 ലെയർ ആയിട്ടുള്ള ചൂട്ടി ഉണ്ടല്ലോ, അതായിരുന്നു. അതിന്റെ ലെയർ എന്റെ മോള് കളഞ്ഞിപ്പോ ഇത് മാറ്റുള്ളൂ കേട്ടോ. പിന്നെ മാല നമ്മള് കല്യാണത്തിലിടാം. അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഡ്രസ്സിലിടാന്ന് വാങ്ങിച്ചിട്ട് വാങ്ങിയ മാലയാണ്. മാല അത് തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ സെയിം മാല ഇത് അതൊക്കെ അത് തന്നെയാണ്. പിന്നെ വാച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഓർണമെന്റ്സ് ആരും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ എവിടെയാണെന്ന്. പിന്നെ മോളും അതുപോലെ തന്നെ ഉമ്മയൊക്കെ കാണുമ്പോൾ ഉള്ള ഇംപ്രഷൻ കൂടി നിങ്ങൾക്കൊന്ന് ആക്ട് ചെയ്യാം കേട്ടോ. വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഉമ്മാക്ക് ഇത് എൻ്റെതാണെന്ന് തന്നെ ഒരു ഡൗട്ട്. 8 വർഷങ്ങൾക്ക് ശേഷം കാണുകയാണല്ലോ. പിന്നെ ഇതിന്റെ കളറൊന്നും പോയിട്ടില്ല, വെൽവെറ്റ് ആയതുകൊണ്ട് ഉമ്മാന്റെ വിചാരത്തൊക്കെ എലി കടിച്ച് പോയിട്ടുണ്ടെന്നാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വെഡിങ് ഡ്രസ്സ് ഇഷ്ടമായില്ല എന്നൊക്കെ പറയാൻ മറക്കണ്ട കേട്ടോ.